തൊടുപുഴയിൽ FM സ്റ്റേഷൻ ആരംഭിച്ചു. ജൂൺ 90.8 എന്ന പേരിൽ തൊടുപുഴ ആനക്കോട് ജംഗ്ഷനിൽ ആലപ്പി പാർട്സ് സർവീസ് റോഡിൽ ആണ് നിലവിൽ തുടങ്ങിയിരിക്കുന്നത്. തൊടുപുഴയിൽ FM സിഗ്നൽ വളരെ വീക്കായിരുന്നു. ജൂൺ 90.8 FM സ്റ്റേഷൻ, അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നോക്കാം. ഇതെങ്ങനെ ലഭിക്കും, തൊടുപുഴയിൽ എങ്ങനെ ലഭിക്കും നമുക്ക് നോക്കാം. പറയാം. ഈ ജൂൺ FM അതിൻ്റെ തൊടുപുഴ സ്റ്റാർട്ട് ചെയ്യുവാണല്ലേ? ഈ ജൂണിൽ ഇടാനുള്ള കാരണം തന്നെ ജൂൺ എന്നുള്ളത് യങ് എന്നാണ് അർത്ഥം വരുന്നത്. യൂത്ത് ആയിട്ടിരിക്കട്ടെ എന്നുള്ളൊരു. തൊടുപുഴ എവിടെ ഏരിയയിലും കിട്ടുന്നത്? തൊടുപുഴ ഫുള്ള് കിട്ടും. ഇടുക്കിയിൽ മിക്ക ഏരിയയിലും കിട്ടുന്നുണ്ട്. പിന്നെ മൂവാറ്റുപുഴ, കോതമംഗലം, കൂത്താട്ടുകുളം, അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതൊക്കെ സമയത്ത് കിട്ടുന്നുണ്ട്? പ്രക്ഷേപണം ആരംഭിക്കുന്നത് രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. അത് ഇത് റേഡിയോയിൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ട്യൂൺ ചെയ്താൽ മതി. 90.8 ട്യൂൺ ചെയ്താൽ മതി. ഓട്ടോ സ്കാൻ ആണെങ്കിൽ, വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഓട്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്യൂൺ ചെയ്ത് 90.8. ഇപ്പോൾ ഓൾറെഡി ഉള്ള വണ്ടികളിൽ ഓട്ടോ സ്കാൻ ചെയ്താൽ ഒന്നോടെ സ്കാൻ ചെയ്യണം അല്ലേ? അല്ലാതെ വെറുതെ ചാനൽ മാറ്റിയാൽ കിട്ടിയ ചാനൽ മാറ്റാൻ 90.8 സെറ്റ് ചെയ്താലും കിട്ടും. 90.8. എന്തൊക്കെ അതിൻ്റെ വരുന്ന പാട്ടുകളാണ്? എന്താണ്? ഇൻഫോർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആണ് കൂടുതലും. എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ഉണ്ടാവും, കൃഷി റിലേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ടാവും, പിന്നെ ബിസിനസ് റിലേറ്റഡ് വാർത്തകളുണ്ടാവും, പിന്നെ ആഘോഷമായ ന്യൂസും ഉണ്ടാവും, പാട്ടുകളുണ്ടാവും, ലൈവ് പ്രോഗ്രാംസ് ഉണ്ടാവും. അങ്ങനെ എല്ലാം പറഞ്ഞൊരു സിസ്റ്റമാണ്. അത് ലോക്കൽ ന്യൂസാണോ വരുന്നത്? അതെയോ ലോക്കൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും. പിന്നെ ആകാശവാണി ന്യൂസ് ആയിരിക്കും. ആകാശവാണി ന്യൂസ് ആഡ് ചെയ്തില്ലേ? ഈ കാർഷിക ന്യൂസുകൾ ഏതൊക്കെ ദിവസം? ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ കാർഷികം റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളുണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഇൻ്റർവ്യൂസും പരിപാടികളും ഒക്കെ ഉണ്ടാവും. പിന്നെ ബിസിനസ് ന്യൂസുകൾ അങ്ങനെയുണ്ടോ? ബിസിനസ് ന്യൂസുകളുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ ബിസിനസ് ന്യൂസുകളും ഉണ്ടാവും. ശരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് ട്രയൽ ആണത്? ഒഫീഷ്യലായിട്ട് ലോഞ്ച് കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞോ? ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു. ആരാ ഉദ്ഘാടനം ചെയ്താരാ? MLA ആയിരുന്നു ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. PJ ജോസഫ് സാറാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ലോഞ്ച് ചെയ്തത്. പിന്നെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. ചെയർമാൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ വിശിഷ്ട അതിഥികൾ കുറേ പേരുണ്ടായിരുന്നു. എല്ലാ ദിവസവും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ 24 hours ആവുമോ? ഇനീഷ്യലി അത് രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. അതിനുശേഷം അത് 24 hours ആകുന്നതായിരിക്കും. പിന്നെ പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതിനകത്ത്? പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്? നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വല്ലതും? 88 484 88 908. അതിൻ്റെ ചാർജുകളൊക്കെ ഏകദേശം അതെല്ലാം കോൺടാക്ട് ചെയ്യുമ്പോൾ ഓക്കെ. തൊടുപുഴ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ എല്ലാം കിട്ടുമല്ലേ? അപ്പോൾ വീടുകളിൽ റൂമിൻ്റെ ഉള്ളിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടാക്കിയില്ലേ? നേരത്തെ FM കിട്ടുന്നില്ലായിരുന്നു. 90.8 ഇത് സ്റ്റേഷൻ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ്? നമ്മുടെ ആനക്കോട് ജംഗ്ഷനിൽ നമ്മുടെ പ്രകാശ് പമ്പ് കഴിഞ്ഞിട്ട് അച്ഛന ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ഉള്ള വഴിക്കാണ്. ആലപ്പി പാർസലിൻ്റെ വഴിക്ക് അല്ലേ? നേരെ മുകളിലേക്ക് നേരെ. ഈ വഴിക്ക് പേര് പറയുന്നില്ല? റേഡിയോ ഹിൽസ് എന്നാണ് റേഡിയോ ഹിൽസ് അല്ലേ? എത്രാം വാർഡായി ഇത്? 6ാം വാർഡ്. മുനിസിപ്പാലിറ്റി 6ാം വാർഡ് അല്ലേ? ഓക്കെ.
നേരെ വിളിക്കാം വിട്ടോട്ടെ ഇട്ട് ട്യൂൺ അല്ലേ ഇതാണോ ഇതല്ലേ 908 സേവ് ചെയ്യല്ലേ ഇവിടെ ഇവിടെ ഇല്ലല്ലോ ഇവിടെ അല്ലേ അവളെയും വെക്കണ്ട അപ്പോൾ നീ ഓക്കെ അല്ലേ നീ ബാക്കിലേക്ക് വന്നിട്ട് ഇത് 908 അല്ലേ 908 അല്ലേ